എൻ്റെ പേര് ഗ്രേസി. ഞാൻ ഇരിങ്ങാലക്കുട സെൻറ്റ് തോമസ് കത്തീഡ്രൽ ഇടവകാംഗമാണ്. എൻ്റെ മകള് കഴിഞ്ഞ ഒക്ടോബറിൽ ഗർഭിണിയായി. അവൾ UK-ലാണ്. അപ്പോൾ അവൾക്ക് ഒത്തിരി അസ്വസ്ഥതകളായിരുന്നു. അപ്പോൾ എനിക്ക് കൂടെ ചെല്ലാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ അത്ഭുത ജപമാല കണ്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവൾക്ക് ഒത്തിരി തലക്കറക്കം, അങ്ങനെ ഒത്തിരി അസ്വസ്ഥതകളായിരുന്നു. അപ്പോൾ അച്ഛൻ ഒരു ദിവസം അത്ഭുത ജപമാലയോട് പറഞ്ഞു, ഇങ്ങനെ ഗർഭിണിയായ മക്കൾക്ക് അസ്വസ്ഥതയുള്ളവർ ഉത്തിരിയും ധരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അത് കൊടുത്തു വിട്ടു. അവളത് ധരിച്ചോടുകൂടി ഒത്തിരി സൗഖ്യം ലഭിച്ചു, ഒത്തിരി ആശ്വാസം ലഭിച്ചു. അങ്ങനെ പിന്നെ അവൾക്ക് ഓരോ സമയത്തും ഇങ്ങനെ HB കുറവ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ അത്ഭുത ജപമാല നിയോഗം വെച്ചു. അപ്പോൾ അച്ഛൻ അതിലും വിളിച്ചു പറഞ്ഞു, സൂസന്നയ്ക്ക് HB കൂടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കണം. പിന്നെ ടെസ്റ്റിന് വന്നപ്പോൾ അത് നോർമലായി. അങ്ങനെ കഴിഞ്ഞ ജൂലൈയിൽ കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ നല്ല ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞിനെ നൽകി ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ ഹസ്ബൻഡും ഞാനും കഴിഞ്ഞ ജൂണിലിവിടെ താമസിച്ചുള്ള ധ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ കാലിൽ രണ്ട് കാലും പാദത്തുമേ നീരുണ്ടായിരുന്നു. അപ്പോൾ അത് ഒത്തിരി എനിക്ക് വിഷമമായിരുന്നു. എല്ലാ കിഡ്നിക്ക് വല്ല കുഴപ്പമാണെന്നുള്ള പേടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തൊട്ട് അച്ഛൻ ഇങ്ങനെ ജോയിനെ കർത്താവ് അനുഗ്രഹിക്കണു ഇതൊക്കെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ അന്നാം വെള്ളവും വെഞ്ചരിച്ച തേനൊക്കെ ഡെയിലി കഴിക്കാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരുന്നു. വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം ഇങ്ങനെ ഒത്തിരി ലൂസ് മോഷനായിട്ട് ഇങ്ങനെ പോയി. അതോടുകൂടി ആ കാലിൽ നീര് കംപ്ലീറ്റ് 3-4 മാസമായിട്ടുണ്ടായ നീരായിരുന്നു. അത് കംപ്ലീറ്റ് മാറി പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഇതുവരെ ഒരു കുഴപ്പമില്ല. പിന്നെ ചേട്ടനിങ്ങനെ ഒത്തിരി സോഡ കുടിക്കണ ഒരു ശീലം ഉണ്ടായിരുന്നു. അതിങ്ങനെ ഞാൻ പറയുമ്പോൾ പറയും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ എലിഞ്ഞിപ്പുറ അച്ഛൻ്റെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ അച്ഛൻ വിളിച്ച് പറയാണ്, സോഡ ഒത്തിരി കുടിക്കണ ഒരു മകനോട് അത് കുടിക്കരുതെന്ന് കർത്താവ് പറയണമെന്ന്. അതോടുകൂടി അതിൽ നിന്ന് വിടുതൽ കിട്ടി. ഞങ്ങൾക്ക് നൽകിയ ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് എന്ത് സങ്കടത്തോടെ അത്ഭുതമാല കണ്ടാലും ആ സമയത്ത് അച്ഛൻ മെസ്സേജിൽ കൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈശോ ഞങ്ങൾക്ക് നൽകിയതിന് ഈശോയ്ക്ക് അമ്മ മാതാവിനും അന്തോനിസ് പുണ്യാളനും കോടാനുകോടി നന്ദി പറയുന്നു. ശക്തമായിട്ട് കൈകളടിച്ച് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം.